ദേവൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം 3 സെഷനുകൾ ഇന്നിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ഈ സെഷനുകളിലൊക്കെ എന്തൊക്കെയാകും പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ? ദേവൻ. ഗുഡ് മോർണിംഗ്. ഏതായാലും ശബരിമല അയ്യപ്പ സംഗമം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് പ്രധാന വേദി. ഈ വേദിയിലായിരിക്കും ഈ പ്രധാനമായും സംഘവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് ചർച്ചയ്ക്ക് വരിക എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ വി സനു പറഞ്ഞതുപോലെ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ സമഗ്ര വികസനം ഒന്നാണ്. അതുപോലെ തന്നെ ശബരിമല ഒരു തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള കാര്യങ്ങൾ, ഈ 3 വിഷയങ്ങളാണ് പ്രധാനമായും ഈ സംഗമത്തിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ച നടക്കുന്ന വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് ഏകദേശം 4500 അടി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ വേദിയാണ്. ഏകദേശം 3500ഓളം പ്രതിനിധികൾ ഈ വേദിയിൽ ഇന്നിവിടെ ഈ പാനൽ ഡിസ്കഷനിൽ ഉണ്ടാകും. 10 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ഈ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം നിർവഹിച്ച ശേഷമായിരിക്കും മുൻ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ ജയകുമാർ നേതൃത്വം നൽകുന്ന ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചയിൽ ഈ വിവിധ പ്രതിനിധികൾ വിവിധ സംഘടനകളുടെയും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തരുടെയും അയ്യപ്പ സംഘടനകളുടെയും മറ്റ് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ എല്ലാം തന്നെയും അഭിപ്രായങ്ങൾ കൂടി ആരാഞ്ഞുകൊണ്ട് ശബരിമലയുടെ വികസനത്തിനായിട്ടുള്ള ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കുക. നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം തന്നെ ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. 2007 സംസ്ഥാന സർക്കാർ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ മാസ്റ്റർ പ്ലാൻ പിന്നീട് 2009 പിന്നെ ഹൈക്കോടതി ഉന്നത അധികാരിയൊക്കെ സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. പക്ഷേ പിന്നീട് അതിൽ കുറേ ഈ ബുദ്ധിമുട്ടുകൾ, അതിന് തടസ്സങ്ങളുമൊക്കെ വന്നപ്പോഴാണ് പിന്നീട് വീണ്ടും ഒരു പഠനം നടത്തുകയും പിന്നീട് ആ മാസ്റ്റർ പ്ലാൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടിയും ഈ ഭക്തരുടെ കൂടി, അല്ലെങ്കിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ കൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് വേണം ശബരിമലയുടെ വികസനത്തിനുള്ള ഒരു അന്തിമ രൂപം നൽകാൻ എന്നുള്ളൊരു കാര്യം സർക്കാരിന് മുന്നിലുണ്ട്. പ്രധാനമായും ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഇന്നുണ്ടാകുന്ന ആ ചർച്ചയിൽ ഇത്തരം അഭിപ്രായങ്ങൾ പൊതുജനങ്ങളുടെയും ഒപ്പം തന്നെ ഈ വരുന്ന ആളുകളുടെ എല്ലാം തന്നെ അഭിപ്രായങ്ങൾ, വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധിച്ചുകൊണ്ടുവരുന്ന ആളുകളുടെയും തന്നെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടായിരിക്കും ആ ഒരു കാര്യത്തിലേക്ക് നടക്കുക. ഏതായാലും ഈ അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും വരുന്ന VIP-കളും ഒപ്പം തന്നെ ഈ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളും എല്ലാവരും തന്നെ ഇരിക്കുക. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൂറ്റൻ പന്തലാണ്. 4500ഓളം പേർക്ക് ഈ വേദിയിൽ ഇരിക്കാൻ സാധിക്കും. ഈ മുന്നിൽ കാണുന്ന പ്രധാന വേദിയിലാണ് ഈ ചീഫ് മിനിസ്റ്ററും മറ്റ് മന്ത്രിമാരും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന പളനിവേൽ ത്യാഗരാജൻ അടക്കമുള്ള മന്ത്രിമാരും എല്ലാവരും തന്നെ സന്നിഹിതരാകുന്ന വേദിയാണ്. ഏകദേശം 9 കൂടി തന്നെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 10 മണിയോട് കൂടി തന്നെ CM എത്തുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ തന്നെ അതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 3 വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങളിലൂടെ ആയിരിക്കും ഇനിയും ശബരിമലയുടെ വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളത്. ഒപ്പം തന്നെ പ്രധാനമായി വരുന്ന മറ്റൊരു കാര്യമാണ് തീർത്ഥാടക ടൂറിസം എന്നുള്ളത്. ശബരിമല ഈ ഓരോ മണ്ഡലകാലത്തും ലക്ഷക്കണക്കിന് ആളുകളാണ്, ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ അപ്പോൾ കൂടിയും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഭക്തനടക്കം ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ തീർത്ഥാടകരൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് തീർത്ഥാടന കാലയളവിൽ. ഇപ്പോൾ നമ്മളോടൊപ്പം ദേവൻ പറഞ്ഞു തുടങ്ങിയ കാര്യം തന്നെയാണ്. നമ്മളോടൊപ്പം സംസാരിച്ച ആ വ്യക്തി, ആന്ധ്രയിൽ നിന്നുള്ള വ്യക്തി, അദ്ദേഹം പറഞ്ഞതുപോലും അവിടേക്ക് വരുന്നവരുടെ ഈ ടോയ്ലറ്റിലേക്കുള്ള സൗകര്യം, ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ പ്രശ്നം, അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടാറില്ല, താമസത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ തീർത്ഥാടകർ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നല്ല ചർച്ചകളൊക്കെ അവിടെ, പോസിറ്റീവായ ചർച്ചകളൊക്കെ വരട്ടെ. ആ ചർച്ചകളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ, അത് ശബരിമലയുടെ സമഗ്ര വികസനം, അതാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെയും പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ സെഷനുകളിൽ വരുന്ന ചർച്ചകൾ? ഇനിയിപ്പോൾ 3500ഓളം പ്രതിനിധികൾ, ഇപ്പോൾ നമ്മൾ VIP പ്രതിനിധികളെയൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ പ്രതിനിധികളായി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇവരൊക്കെ ചർച്ചയിൽ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ ഉന്നയിക്കുമോ, ആ വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കുമോ തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതേപോലെ തന്നെ സർക്കാരും ഒക്കെ ദേവസ്വം മന്ത്രിയും ഒക്കെ പറഞ്ഞിരുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളൊക്കെയും പങ്കെടുക്കുമെന്നാണ്. കാരണം നമ്മൾ ഡൽഹി ലഫ്റ്റനന്റിനെ അടക്കം ഇവിടെ നിന്ന് ക്ഷണം പോയിരുന്നു. അപ്പോൾ അവരാരും എത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഒരു വശത്ത് ഒരു രാഷ്ട്രീയം നിലനിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് വിട്ടാൽ പിന്നീട് ആന്ധ്രയും കർണാടകയും അതേപോലെ തന്നെ തെലങ്കാനയും ഒക്കെ പരിശോധിക്കുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഒക്കെയും സർക്കാരാണ് ഭരിക്കുന്നത്. അറിയാം കോൺഗ്രസിൻ്റെ നിലപാട് നമുക്ക് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അറിയാലോ. കോൺഗ്രസിൻ്റെയും BJP-യുടെയും കോൺഗ്രസ് വിട്ടു നിൽക്കുമ്പോൾ BJP പൂർണ്ണമായും ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം കൂടിയൊക്കെ ഇതിൽ ഒരുപക്ഷെ ചേർന്നിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കും കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോ അല്ലെങ്കിൽ അവരുടെയൊക്കെ
മന്ത്രിമാരോ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരോ ഒന്നും എത്താതിരിക്കുന്നത്? എന്താണെങ്കിലും പമ്പ പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു, പമ്പ തീരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അവിടെ എത്തി ആ സംഗമം ഉദ്ഘാടനം ചെയ്തതും അവിടെ നടക്കുന്ന ചർച്ചകളും ഒക്കെയാണ്. ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാകും എന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഇനിയിപ്പോൾ നമ്മളുടെ ഒരു കാത്തിരിപ്പുള്ളത്.